നമുക്കൊരു പുതിയ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളെന്ത് ചെയ്തു, ഇറച്ചി മേടിച്ചിട്ടുണ്ട്. 1 കിലോ ഇറച്ചി ഉണ്ടാകും. പിന്നെ ഇത്ര ഉള്ളി, പിന്നെ ടൊമാറ്റോ, പിന്നെ ഗ്രാമ്പു ഏലക്കായും ഒക്കെ കൂടെ വറുക്കാനുള്ളത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്. ഇത്ര നമ്മളിത് പച്ചമുളക് ചേർക്കുന്നു. പിന്നെ ഇപ്പുറത്ത് ഞാൻ നിങ്ങളെ തേങ്ങ ചുട്ട് അടുപ്പിൽ വെച്ചൊന്ന് പൊള്ളിക്കുന്നേ കാണിക്കും. കുറച്ച് തേങ്ങ ഇങ്ങനെ അരിഞ്ഞ് അത് ഇച്ചിരി നേരമായി ഞാനിത് ചുടുമായിരുന്നു. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ചുട്ടെടുക്കാം. ഇതെങ്ങനെയാണെന്നൊന്ന് കാണിക്കാം നിങ്ങളെ. അപ്പം നമ്മുടെ തേങ്ങ എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലത്തെ കല്ലേൽ വെച്ച് നമുക്ക് ഈ തേങ്ങയും ഈ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് മൂപ്പിച്ച് പൊടിച്ചു എടുക്കാം. പിന്നെ ഉള്ളിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളിക്കായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഇതൊന്ന് വറുത്ത് എടുക്കാനായിട്ട് ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതിനകത്തോട്ടിട്ട് ഒന്ന് ചതച്ച് വാരി ഇങ്ങോട്ട് എടുക്കാം. നല്ലോണം ഇതുപോലത്തെ നേരം തോന്നിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ തേങ്ങ ചതച്ചെടുത്തു. അതുപോലെ തന്നെ പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതും ചതച്ചെടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ച മസാലകളും ശരിയായി. ഇപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചൊന്ന് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കടുവ, ഇച്ചിരി പെരിഞ്ജീരകം, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് നമ്മൾ മസാല പൊടിച്ചതിൻ്റെ തരിയോട്ടും എല്ലാം വെച്ച് വെക്കും. ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ശരിക്കൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ആ തേങ്ങ പിന്നെ ചതച്ച് നമ്മൾ ചുട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു. പിന്നെ നമ്മുടെ തക്കാളിക്കായി ഒഴിച്ചിട്ടുണ്ട്. മസാല വളരെ കുറവാണ്. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടി ചേർക്കും, മുളക് പൊടിയും ഇല്ല. അപ്പം നമ്മുടെ ഉള്ളി നമ്മൾ ഇതിനകത്തോട്ട് ഇടും. ഉള്ളി ഒന്ന് മൂക്കിക്കടം വരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ മസാലയെല്ലാം ഇങ്ങനെ നമ്മൾ മസാല ഇട്ടിട്ടില്ല. കുരുമുളകും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ഉള്ളൂ. പിന്നെ ഉള്ളിയും തക്കാളിക്കായും എല്ലാം കൂടെ കിടന്ന് മൂക്കുക. ഇനി നമുക്ക് ഇറച്ചി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടിട്ട് ഇറച്ചി ഇട്ടു. അപ്പം ഞാൻ ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു 5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടണം. ഇപ്പം നമ്മളൊരു 5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് നല്ലോണം മൂക്കണം. ഇപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം ഇതിലോട്ട് എടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കാം നല്ലോണം. ഇറച്ചിയെല്ലാം ഒന്ന് ഇളക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് തല്ലിപ്പൊത്തി ഒരടപ്പിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചി എങ്ങനെയായിരുന്നു നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഇറച്ചി നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പം നമ്മുടെ ഇറച്ചി നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കും. അപ്പം ഇറച്ചിയെല്ലാം വെന്തു. ഇനി ഞാൻ ഗ്യാസ് അങ്ങ് കെടുത്തി. നിങ്ങൾ ഇതുപോലെ ഇറച്ചി ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി ഇറച്ചിയായിരിക്കും. അപ്പോൾ എനിക്ക് എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, എൻ്റെ വീഡിയോ കാണണേ. ഓക്കെ.